ഹലോ, നമസ്കാരം. എന്നാ ഉണ്ട് വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അങ്ങനെ സർക്യൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കേട്ടോ. 2-3 ദിവസത്തെ സർക്യൂട്ടായിരുന്നു. കഴിഞ്ഞു വന്നു. നല്ല ക്ഷീണം. ഉള്ള ഒരു ഓഫീസിലും സ്കൂളിലും ഒക്കെ പോയി ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ അത് കഴിഞ്ഞ് നല്ല ബേഷാ കിടന്നുറങ്ങി. നല്ല സുഖത്തിന് എല്ലാവരെയും സ്കൂളിലും ഓഫീസിലും ഒക്കെ വിട്ടിട്ട്. ഓഫീസിലുള്ള ആളെ വിട്ടില്ല, അത് എപ്പോഴോ പോയി. സ്കൂളിലുള്ള ആളെ വിട്ടിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിയതാ. അപ്പൊ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജസ്റ്റിയുടെ തറവാട്ട് വീട്ടില് ആന്റിയോട് ചാച്ചനോടും ഒക്കെ. അപ്പൊ ആന്റി കട്ടൻ കാപ്പി എടുക്കുന്നത് അവിടുത്തെ പണിക്കാർക്ക്. വൈകുന്നേരം നാട്ടിൽ ഇപ്പൊ കട്ടൻ കാപ്പി എടുക്കുന്ന സമയമല്ലേ. അപ്പൊ എനിക്ക് വല്ലാണ്ടൊരു ത്വര ഒരു കട്ടൻ കാപ്പി കുടിക്കാൻ. അപ്പൊ പിന്നെ നമ്മള് വെറുതെ വിടാവോ? ആഹാ, ഉണ്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കട്ടൻ കാപ്പിയുടെ പൊടിയാണേ. അത് ഇട്ടിച്ചിരി കട്ടൻ കാപ്പി ഉണ്ടാക്കിയില്ല എന്റെ പൊന്നോ. ഞാൻ ശരിക്കും പറഞ്ഞ ഇവിടെ പിന്നെ നമ്മൾ തിളപ്പിക്കാനൊന്നും നിൽക്കണ്ട, എല്ലാം റെഡിമെയ്ഡ്. ഊഫ്, രാവിലെ ഉറക്കമൊക്കെ രാവിലെ എന്നല്ല എപ്പോഴാണ്. ഞാൻ അങ്ങനെ ഷുഗർ യൂസ് ചെയ്യുന്ന ആളെ അല്ല കേട്ടോ. നമുക്ക് ഷുഗർ ഞാൻ യൂസ് ചെയ്യത്തില്ലാത്ത, പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊക്കെ നശിക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ ഈ മാസം അവസാനമായില്ലേ, 1-ാം തീയതി തൊട്ട് തുടങ്ങാം അല്ലേ ഡയറ്റും കുന്തൊക്കെ. നശിക്കട്ടെ, പണ്ടടങ്ങട്ടെ. ശരി, ഞാൻ ഒത്തിരി നാളായി കേട്ടോ ഷുഗർ കൂട്ടി കാപ്പി കുടിച്ചിട്ട്. ഇന്ന് എന്നെ ഇങ്ങനെ സ്പൂണ് വെച്ച് അടിക്കുന്ന ഒരു ഒച്ചയില്ലേ കാപ്പി ഗ്ലാസ്സില്, ആ ഒച്ചയും കൂടെ കേട്ടപ്പോ ഉണ്ടല്ലോ, ഒളി മോനെ, കാണാമോ നിങ്ങക്ക്? സ്വർഗമാ സ്വർഗം. ഇതൊക്കെ കുടിച്ചില്ലേ പിന്നെ എന്നാന്നേ. സത്യം പറഞ്ഞാൽ ഞാനൊരു കാപ്പി അല്ലാതെ ഇടാനിരുന്നാണേ. ഞാൻ പാലെടുക്കാൻ നോക്കിയപ്പോ ഇത് കണ്ടോ, എക്സ്പയറി ആയി പാല്. നമ്മുടെയൊക്കെ നാട്ടിലുള്ള നന്ദിനി പശുവിന്റെ പാല് പോലാണോ? അത് 2-3 ദിവസം ഇവിടെ ഇല്ലാഞ്ഞത് കൊണ്ടേ 22-ാം തീയതി എക്സ്പയറി ആയത്. ഇന്ന് 24-ആയില്ലേ, ഇന്നലെ 2 ദിവസം കഴിഞ്ഞു. അപ്പൊ പിന്നെ പാല് വിളിച്ചു പറഞ്ഞാ വരും. എന്തിനാ ആ സമയം കൊണ്ട് കട്ടൻ കാപ്പി റെഡി. അപ്പൊ ശരി, എന്നാ പോയച്ചും വരാം.